ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പിന്നെ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. പിന്നെ റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ നിങ്ങളുടെ സാമീപ്യമൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, 3 of Cups ആണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. Knight of Pentacles, Wheel of Fortune, 9 of Wands, the Fool card, Queen of Pentacles, Temperance, King of Pentacles, Strength card, 10 of Wands, 2 of Pentacles, the Hierophant card. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ 3 of Cups ഉണ്ട്, അതുപോലെ Knight of Pentacles, 2 of Pentacles, 10 of Wands. ഇത്രയും കാർഡുകൾ എടുക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 10 of Wandsന്റെ കാർഡ് വരും. ഈ ഒരു 10 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകാം. അവരുടെ ജീവിതത്തിലെ ആ ഒരു ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ലൈഫിലുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ അവരുടെ ഫാമിലിയിലെ ഒരു മെയിൻ പേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ ആയിരിക്കും. ഈ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി ആളുകൾ നിന്നിട്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാം സേക്ക് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ കയ്യിലാണ്. അവരുടെ കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊക്കെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് അവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ഭാരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസ് കാണാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ തൃപ്തിപ്പെടുത്താനോ ഒന്നും, അവരുടെ ഇമോഷൻസ് കണ്ട് അതിനെ കെയർ ചെയ്യാനൊന്നും അവർക്ക് ആരും ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം റെസ്പോൺസിബിലിറ്റീസ് അതിന് മുകളിലേക്ക് കയറി വരുമ്പോൾ അവരുടെ ഇമോഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം അതാണ് നമുക്കിവിടെ 10 of Wandsലൂടെ മനസ്സിലാവുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 2 of Pentaclesന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഈ ഒരു 10 of Wandsന്റെ തൊട്ടടുത്ത് തന്നെ. പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട്, അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള ബിസി ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ്. ഈ ഒരു പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ ബാലൻസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു എനർജീസ് ആണ്. ഒരു സൈഡിൽ കുറേ കാര്യങ്ങളും ഇപ്പുറ സൈഡിൽ പല കാര്യങ്ങളും, അങ്ങനെ രണ്ട് കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡ്, സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡാണ്. ഒരു സ്ലോ ആയിട്ട് പ്രോഗ്രസ് ആയിട്ട്, അതുപോലെ തന്നെ ഇപ്പം ഇവർ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഹറിബറി ആയിട്ട് ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അഭിപ്രായം പറയില്ല. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ കെയർഫുള്ളായിട്ട് ആലോചിച്ച് സ്ലോ ആയിട്ട് ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ട് ഒരു വളരെ കെയർഫുള്ളായിട്ട് ഒരു ഡിസിഷനാണ് അവരെപ്പോഴും പറയുക എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ നമുക്ക് അതാണ് ഇവിടെ മെയിനായിട്ടും മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാർഡ് 3 of Cupsന്റെ ഒരു എനർജി. ഇവർക്ക് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്,
അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അവർക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഡിസ്ട്രാക്ഷൻ പോലെയാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതായത് ആ ഒരു ഫ്രണ്ട്സ് ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അതുപോലും ഇവർക്കൊരു ഡിസ്ട്രാക്ഷൻ പോലെ ഇവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അവരിപ്പോൾ വളരെയധികം തളർന്നും ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അവർ മടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് പോലും ഇവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇവർക്ക് പിന്നെ നമ്മളോട് ചോദിച്ചാൽ നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേജ് ഓഫ് വാൺസ് ഉണ്ട്, അതുപോലെ ഫുൾ കാർഡ് ഉണ്ട്, സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, ടെമ്പറൻസ് കാർഡ് ഉണ്ട്. പക്ഷേ നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇവർക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അത് തുറന്ന് അവർ കാണിക്കുന്നില്ല, അതല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലുള്ള ബിഹേവ് അവർ ചെയ്യുന്നില്ല. അവർ ആ ഒരു പ്രവൃത്തികളൊന്നും മുന്നോട്ടേക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാർഡ് മാസ്റ്റർ കാർഡ്, പേജ് ഓഫ് വാൺസ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ ഇവർക്ക് വളരെയധികം ഒരു ആഗ്രഹമുള്ള ഒരു കാർഡാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് വാൺസ് എന്ന് പറയാം. ഒത്തിരിയധികം അവർക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും അവർ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് വരെ കളയുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും പുതിയൊരു തുടക്കം തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പുതിയൊരു തുടക്കം, അതിനെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. പുതിയൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകാനൊക്കെ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്ന എനർജീസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ സാമീപ്യമൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാകുന്നത്. പിന്നെ സ്ട്രെങ്ത് കാർഡും അതുപോലെ തന്നെ ടെമ്പറൻസ് കാർഡും സ്ട്രെങ്ത് കാർഡും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. വളരെ സ്ട്രെങ്ത് ആയിട്ട് നിന്ന് വളരെ ശക്തിയോടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി. അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ കാണണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ പോലും അവരുടെ ലൈഫിൽ അവർക്ക് കുറേയേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒരു സൈഡിൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഓർത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേയേറെ സിറ്റുവേഷൻസ്, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വളരെ ക്ഷമയോടെ അത് ആ ഒരു ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി. അവരുടെ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്തുകൊണ്ട്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്ത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന പേഴ്സൺസിന്റെ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ അത് പുറത്തേക്ക് തുറന്നു കാണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു സമയം വരും, ഒരു റൈറ്റ് ടൈം വരും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവരെ കാത്തിരിക്കുന്ന എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻസ് ആണ്. അവർ നിങ്ങളെ ലോങ് ടൈം പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളൊരു സീരിയസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്, കമ്മിറ്റ്മെന്റ് ഇതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെറോഫൻ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനർജി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതൊരു കാഷ്വൽ അല്ല, ചുമ്മാ വന്ന തമാശയ്ക്ക് വേണ്ടി നിന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്നു, ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റും വാല്യൂ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്യൂച്ചർ എനർജി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി ഉണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിക്കും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല, അതിന് മാറ്റം സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശരിയായ സമയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു നല്ല കമ്മ്യൂണിക്കേഷൻ വീണ്ടും കിട്ടും, വീണ്ടും തുടങ്ങാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അവരിപ്പോൾ സ്ട്രെസ്സും അതുപോലെ റെസ്പോൺസിബിലിറ്റീസും ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ റിലേഷൻഷിപ്പ് ഒന്ന് ജസ്റ്റ് സ്ലോ ആക്കിയിരിക്കുകയാണ്. നിങ്ങളെ അവർ ഒരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. സംസാരിക്കാനും കാണാനും ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു നല്ല സമയത്തിനായിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിനു ശേഷം ഒരു നല്ല സമയത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് എന്ന് നമുക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഓവർ തിങ്കിങ് കുറയ്ക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അവരെ എപ്പോഴും ഫോക്കസ് ചെയ്ത് അവരിലേക്ക് തന്നെ ചെല്ലരുത് എന്നുള്ളതാണ്. പേഷ്യൻസ് പാലിക്കുക. അവർ പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന പേഷ്യൻസ് ആയിട്ട് ക്ഷമയോടുകൂടി ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. അവരിങ്ങനെ ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ ഈ ബന്ധം കൂടുതൽ
ഒരു അകന്നകന്ന് പോവുകയുള്ള നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് വീണ്ടും വീണ്ടും കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക. അവരെ നിങ്ങളിലേക്ക് സ്പീഡിൽ അവരായിട്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു ബന്ധം കൂടുതൽ സ്ട്രോങ് ആകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, യു ആർ ദ ലൈറ്റ് ദാറ്റ് ബ്രൈറ്റൻ മൈ ഡാർക്കസ്റ്റ് ഡേയ്സ്. ഓക്കെ, അവരുടെ ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു ലൈറ്റുമായിട്ട് കടന്നു വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ്, ഒരു പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. I can't sleep because of this separation. Hope you will understand me. Okay, ഈ ഒരു സെപ്പറേഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. I will always be yours. Okay, ഞാൻ എപ്പോഴും നിന്റേത് മാത്രമായിരിക്കും എന്ന് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I apologize for whatever wrong I did for you. Okay, ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്തൊക്കെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദി ടൈം. എല്ലാ സമയത്തും എല്ലാ നിമിഷത്തിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾ ദി ടൈം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഒന്നായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നു. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും വളരെ പ്രീഷ്യസ് ആണ്, വളരെ വിലപ്പെട്ടതാണ് എനിക്ക് എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യു ആർ മൈ സോൾമേറ്റ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്ന് അവർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് 2023 എന്ന് പറയുന്നൊരു വർഷമാണ്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ കോട്ടയം ജില്ലയുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം നിങ്ങൾ. നമ്പർ 25, 11 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ കിട്ടുന്നുണ്ട്. ടുഡേ ഒരു പോസിബിലിറ്റി ആണ്. 1995 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 8, ആലപ്പുഴ ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ടുഡേ എന്ന് പറയുന്ന പോസിബിലിറ്റി വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്നൊരു കമ്മ്യൂണിക്കേഷനോ മറ്റോ വരാനുള്ളൊരു ചാൻസസ് ആണ്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെയിൻബോ സൈൻസ്, ഇതൊരു മാറ്റത്തിന്റെ സൈനാണ്, മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. 1987, നമ്പർ 24, കൊല്ലം ജില്ല എന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഹോണസ്റ്റ്, സത്യസന്ധത എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ചസ്. ഓക്കെ, വീണ്ടും മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മ്യൂസിക്കും ഈ റിലേഷൻഷിപ്പിനും മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാം. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 37, അതുപോലെ തന്നെ ലെറ്റർ വി, 1975, നമ്പർ 22, 1988, യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ആക്ടിങ്. ഓക്കെ, നമ്പർ 9, ചൈൽഡിഷ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ബിഹേവിയർ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. 1999 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1978 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു.
പാലക്കാട് ജില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനുള്ള ഹൈപ്പ് മോഡി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.